എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 53 ഇന്ന് ആരംഭിക്കുന്നു. അങ്ങനെ രുക്മിണിയുടെ സന്ദേശം കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ കൈകോർത്ത് പിടിച്ച് കുലുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠൻ, രുക്മിണിയെ കുറിച്ചുള്ള വിചാരത്താൽ ഞാൻ രുക്മിണിയെക്കാളും വിഷമിക്കണുണ്ട്. രാത്രിയിലെ ഉറക്കം തന്നെ വരാറില്ല. രുക്മിണിയുടെ ഹിതം അറിഞ്ഞതിൽ വളരെ സന്തോഷിക്കണം. ഞാനിതാ സത്യം ചെയ്യണം. സകല രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് രുക്മിണിയെ ഞാൻ കൊണ്ടുവരും. പിന്നീട് ഭഗവാൻ ദാരുകം കൊണ്ടുവന്ന തേരില് ബ്രാഹ്മണനോടുകൂടി വിദർഭയിലേക്ക് എഴുന്നള്ളി. ആദ്യം ബ്രാഹ്മണനെ തേരിലേക്ക് കയറ്റി, എന്നിട്ട് ഭഗവാനും കയറി. ഒരേ ഒരു രാത്രി കൊണ്ട് അവിടെ എത്തി. ആ വിദർഭ രാജധാനിയിൽ ഭീഷ്മക മഹാരാജാവ് തന്റെ പുത്രിയുടെ വിവാഹ കർമ്മങ്ങള് അങ്ങനെ വിധിയാവണ്ണം ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജധാനി, പട്ടണങ്ങള്, ഗ്രാമങ്ങള് മുതലായുള്ള സ്ഥലങ്ങളൊക്കെ തോരണങ്ങളാൽ അലങ്കരിപ്പിച്ചു. ദേവപൂജ, പിതൃപൂജ, അതിഥി പൂജ തുടങ്ങിയ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. കന്യകയെ വിധിപൂർവം സ്നാനം കഴിപ്പിച്ച് വിവാഹ സൂചകമായ വസ്ത്രധാരണാദി അലങ്കാരങ്ങളാൽ അങ്ങനെ നല്ല സുന്ദരിയാക്കിയിട്ട് പലവിധമുള്ള ദാനഹോമാദി ധർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. രാജാവായ ദമഘോഷനും തന്റെ പുത്രനായ ശിശുപാലന്റെ വിവാഹം മംഗളായി കഴിയാൻ വേണ്ടിയിട്ട് ദാനജപാദികളായ സൽക്കർമ്മങ്ങള് ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു. വരനായ ശിശുപാലൻ തന്റെ കൂട്ടുകാരോടുകൂടി വിദർഭ രാജധാനിയിലേക്കാണ് പുറപ്പെട്ടു. മതം പൊട്ടിയ ഗജവീരന്മാരെ സ്വർണ്ണച്ചങ്ങലകളാൽ അലങ്കരിച്ച് മുമ്പിൽ നടത്തി. അങ്ങനെ സ്വർണ്ണരഥത്തിൽ കയറിയിട്ട് വാദ്യഘോഷങ്ങളോടുകൂടി ആഘോഷപൂർവ്വമാണ് ശിശുപാലൻ വിദർഭയിലെത്തിയത്. മഹാരാജാവ് ഭീഷ്മകൻ ആചാര്യസമേതനായി വരനെ എതിരേറ്റ് പൂജിച്ചു. അദ്ദേഹത്തെ അലങ്കരിച്ച രാജധാനിയിലൊക്കെ അങ്ങോട്ട് താമസിപ്പിച്ചു. സാല്വൻ, ജരാസന്ധൻ, ദന്തവക്ത്രൻ, വിദൂരഥൻ, പൗണ്ഡ്രകൻ തുടങ്ങിയ എത്രയോ രാജാക്കന്മാര് ശിശുപാല പക്ഷപാതികളാണ്. അവരൊക്കെ ക്ഷണം അനുസരിച്ച് വന്നിട്ടുണ്ട്. മഹാരാജാവ് ഭീഷ്മകൻ അവരെ എല്ലാം യഥോചിതം യഥായോഗ്യം സൽക്കരിച്ചു. രുക്മിണി ശ്രീകൃഷ്ണനിൽ അനുരക്തയാണെന്നും രുക്മിണിയെ ഭഗവാൻ കൊണ്ടുപോകുമെന്നും ഒരു വർത്തമാനം സ്വകാര്യമായിട്ട് രാജധാനിയിൽ സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ രാമകൃഷ്ണന്മാര് കല്യാണത്തിന് മോഹിച്ചു വരുന്ന പക്ഷം അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും എന്ന് ജരാസന്ധാദി രാജാക്കന്മാര് വീരവാദം മുഴക്കി. ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്കാണ് കല്യാണത്തിന് പോയതെന്ന് ബലരാമൻ അറിഞ്ഞു. ഏട്ടൻ വന്നപ്പോ ചോദിച്ചു, എവിടെ കൃഷ്ണൻ? മനസ്സിലായി. അനുജനോടുള്ള സ്നേഹം കൊണ്ട് ആണ്ടു മുങ്ങിയ സംഘർഷണൻ ചതുരംഗ സൈന്യങ്ങളോടുകൂടി ശ്രീകൃഷ്ണനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വിദർഭരാജ്യത്തിൽ ഭഗവാന്റെ കൂടെ തന്നെ എത്തിച്ചേർന്നു. പെട്ടെന്ന് തേര് എടുത്ത് ബലരാമേട്ടനും അവിടെ എത്തി. സന്ദേശവും കൊണ്ട് ബ്രാഹ്മണൻ പോയ ശേഷം രുക്മിണിയോ മനസ്സ് നീറി കഴിയാണ്. പലവിധ ചിന്തകളാൽ രാത്രി നിദ്ര ഉണ്ടായില്ല. രുക്മിണി ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇപ്പൊ നേരം പുലരുമല്ലോ. എന്റെ വിവാഹ മുഹൂർത്തം അടുത്തടുത്ത് വരികയാണ്. ഭഗവാനോ ബ്രാഹ്മണനോ വന്നു കാണുന്നുമില്ല. എന്റെ സന്ദേശവാഹകൻ ദ്വാരകയിൽ ചെന്നില്ല എന്നുണ്ടോ? അവിടെ എത്തിയില്ലേ? വിവരമൊന്നും അറിയണമില്ലല്ലോ. അഥവാ സന്ദേശം വായിച്ച് ആ ഭഗവാൻ എന്നിൽ വല്ല തെറ്റിദ്ധാരണയും ഉണ്ടായി വരാതിരിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാം എന്റെ തലയിൽ എഴുത്താണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിയായിരിക്കാനുള്ള പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. പാർവതി പരമേശ്വരന്മാര് എന്നിൽ പ്രസാദിച്ചില്ല. ഞാൻ അവരെ വേണ്ട പോലെ സേവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഭാഗ്യഹീന തന്നെയാണ്, സംശയമില്ല. ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? ഇങ്ങനെയുള്ള ചിന്തകളാൽ തളർന്ന രുക്മിണിക്ക് പ്രഭാത സമയത്തോടുകൂടി ചില സൂചനകളൊക്കെ ഉണ്ടായി. തന്നെ വിചാരിച്ച് ദുഃഖിക്കുന്നവരെ അവരെവിടെ ഇരുന്നാലും ഏത് സന്ദർഭത്തിലും സമാധാനിപ്പിക്കാനുള്ള കഴിവും കാരുണ്യവും ഭഗവാനുണ്ടല്ലോ. രുക്മിണിയുടെ വാമഭാഗങ്ങൾ തുടിച്ചു. സ്ത്രീകൾക്ക് ഇടത്തുഭാഗം തുടിക്കുന്നത് ശുഭസൂചകമാണെന്ന് അറിയുന്ന രുക്മിണിക്ക് വളരെ ആശ്വാസം തോന്നി. ഈ സന്ദർഭത്തിലാണ് സന്ദേശം കൊണ്ടുവന്ന ബ്രാഹ്മണൻ രുക്മിണിയുടെ അടുത്ത് വന്നത്. എത്തിയിട്ടുണ്ട്, ഭഗവാനും ബലരാമനും ഇതാ വന്നു. ഒട്ടും പേടിക്കണ്ട കേട്ടോ രുക്മിണി, സമാധാനമായിട്ട് ഇരുന്നോളൂ. ഭഗവാൻ അരുളി ചെയ്ത സത്യവാചകങ്ങളും രുക്മിണിയെ അറിയിച്ചു. അത് കേട്ടപ്പോ രുക്മിണിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ആ ബ്രാഹ്മണോത്തമന്റെ പാദത്തിൽ വീണ് അങ്ങോട്ട് നമസ്കരിച്ചു. പ്രിയമന്യം നാമസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രുക്മിണി ദേവി പാർവതീ ദർശനത്തിന് പുറപ്പെടുന്ന സമയത്ത് ഭഗവാൻ അതാ തേരിലേറ്റി കൊണ്ടുപോകുന്നു. നമുക്കിനി ഇതാ ഭാഗവത അധ്യായത്തിലേക്ക് കടക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം
പാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വത്പരിതോഷകാമസ്തൗമി സീത അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ത്രിപഞ്ചാശത്തമോऽധ്യായ. ശ്രീശുക ഉവാച. വൈദർഭ്യാസതു സന്ദേശം നിശമ്യ യദുനന്ദന പ്രഗൃഹ്യ പാണിനാ പാണിം പ്രഹസന്നിതമബ്രവീത്. യദുനന്ദനായിരിക്കുന്ന ആ ഭഗവാൻ, യദുക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണിയുടെ സന്ദേശം ഇങ്ങനെ കേട്ടപ്പോ സന്തുഷ്ടനായി. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട്, മന്ദഹാസം ചെയ്തുകൊണ്ട് ബ്രാഹ്മണന്റെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച. തഥാഹമപി തച്ചിത്തോ നിദ്രാം ച നലഭേ നിശി വേദാഹം രുക്മിണാ ദ്വേഷാൻ മമോദ്വാഹോ നിവാരിത. ബ്രാഹ്മണ, ഈ രുക്മിണിയുടെ മനസ്സ് എന്നിൽ ലയിച്ചിരിക്കുന്ന പോലെ തന്നെ എന്റെയും മനസ്സ് അവളെ തന്നെയാണ്. ഞാൻ എത്ര കാലമായി ആ രുക്മിണിയെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, എന്നിലുള്ള ദേഷ്യം നിമിത്തം എനിക്ക് രുക്മിണിയെ തരാൻ പാടില്ലെന്ന് വിരോധിച്ചിരിക്കുന്നത് രുക്മിയാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ ബ്രാഹ്മണ, ഈ രണ്ട് സംഗതിയെ പറ്റി ആലോചിക്കണ കാരണം എനിക്ക് രാത്രിയിലെ ഉറക്കം കൂടി ഇല്ലാണ്ടായിരിക്കണം. ഭഗവാൻ പറയാം. താം ആനയിഷ്യ ഉന്മധ്യ രാജന്യാപസദാൻ മൃധേ മൽപരാമനവദ്യാംഗീം ഏധസോഗ്നിശിഖാമിവ. എന്നിൽ ഏറ്റവും അനുരക്തയായിരിക്കുന്ന സുന്ദരിയായ രുക്മിണിയെ അരണി കടഞ്ഞ് അഗ്നി എടുക്കുന്നത് പോലെ രാജവംശത്തിലെ തന്നെ അധമന്മാരായിരിക്കുന്ന ആ ശിശുപാലാദികളെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഞാൻ എന്റെ രാജധാനിയിലേക്ക് കൊണ്ടുവരും. ബ്രാഹ്മണൻ അതങ്ങൾ കേട്ടപ്പോ സമാധാനായി. ശ്രീശുക ഉവാച. ഉദ്വാഹർഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദന രഥ സംയുജ്യതാമാശു ദാരുകേത്യാഹ സാരഥിം. ശിശുബ്രഹ്മർഷി പറയാണ്, രുക്മിണിയുടെ വിവാഹ ദിവസം അറിഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ സാരഥിയായ ദാരുകനെ വരുത്തി വേഗം തേര് തയ്യാറാക്ക, സമയല്ലേനി അല്ലെ, ഉടനെ വേണം എന്ന് പറഞ്ഞു. സചാശ്വൈ ശൈവ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകൈ യുക്തം രഥമുപാനീയ തസ്ഥൗ പ്രാഞ്ജലിരഗ്രത. മനസ്സിലായി ദാരുകന് ഭഗവാന്റെ ഹിതം. വേഗം ശൈവ്യ സുഗ്രീവാദി നാമധേയങ്ങളുള്ള 4 കുതിരകളെ ഉടനെ തന്നെ ദാരുകൻ ശൈവ്യ സുഗ്രീവാദി നാമധേയങ്ങളുള്ള 4 കുതിരകളെ പൂട്ടിയ തേര് സമീപത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ നിർത്തിക്കൊള്ളു. സമയം ഒട്ടും കളഞ്ഞില്ല. ദാരുകനും വേഗം ആ കുതിരകളെ കൊണ്ടാണ് നിർത്തി. എന്നിട്ട് ശിരസില് കൈകളെ വെച്ച് തൊഴുതുകൊണ്ട് ഭഗവാന്റെ മുൻഭാഗത്ത് അങ്ങോട്ട് നിന്നു. ഇനി എപ്പോഴാ തേര് തെളിക്കാൻ പറയണെന്ന് അറിയില്ലല്ലോ. അത് ഭഗവാന്റെ അനുവാദം കാത്തുകൊണ്ട് അങ്ങനെ നിന്നു. ശൈവ്യം സുഗ്രീവം മേഘപുഷ്പകം ബലാഹകം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. 4 അങ്ങനെയുള്ള കുതിരകളെയാണ് കൊണ്ടുവന്നത്. കിളിയുടെ ചിറകിന് തുല്യമായ നിറമുള്ള കുതിരയ്ക്ക് ശൈവ്യം എന്ന പേര്, സ്വർണം പോലെ പിങ്കള നിറമുള്ളതിന് സുഗ്രീവം എന്ന പേര്, മേഘ നിറമുള്ളതിന് മേഘപുഷ്പം എന്ന പേര്, വെളുത്ത നിറമുള്ളതിന് ബലാഹകം.
എന്ന പേര് പറയുന്നു. പത്മപുരാണത്തിൽ ഈ കുതിരകളെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വേഗതയുള്ള കുതിരകളെയാണ് ദാരുകൻ കൊണ്ടുവന്നത്. ആരുഹ്യ സെന്തനം ശൗരി ദ്വിജമാരോപ്യ തൂർണകൈ ആനത്താദേകരാത്രേണ വിദർഭാനഗമൽ ഹയൈ. ഭഗവാൻ ദാ ആദ്യം ബ്രാഹ്മണനെ തേരിൽ കയറ്റി, കയറിക്കൊള്ളൂ ബ്രാഹ്മണ എന്ന് പറഞ്ഞു. പിന്നെ താനും കയറിയിരുന്നു. അതിശീഘ്രം പായുന്ന ആ കുതിരകള് ഒരു രാത്രി കൊണ്ട് ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ട് വിദർഭ രാജ്യത്തിൽ ചെന്നു ചേർന്നു. സ്വയംവരം നാളെ എന്ന രുക്മിണിയുടെ സന്ദേശത്തിലുണ്ടല്ലോ. അപ്പോ പുലർച്ചെ തന്നെ വിദർഭ രാജ്യത്തിൽ എത്താതിരുന്നാൽ തന്റെ പ്രാണവല്ലഭയാവാൻ പോകുന്ന അവളുടെ ശരീരം അവള് നശിപ്പിക്കും എന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. അവിടെ നേരത്തെ എത്തിയില്ലെങ്കിൽ രുക്മിണി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ പ്രാണനെ ഞാൻ വെടിയുന്നു. ഏകം അതിശീഘ്രം കുതിരകളെ ഓടിച്ച് ഒറ്റ രാത്രി കൊണ്ട് തന്നെ വിദർഭയിലെത്തി. തന്നെ പ്രേമിക്കുന്നവരിൽ അതിപ്രേമയുക്തൻ ഭഗവാൻ. ഇത്രയും പ്രേമം ഭഗവാനും ഉണ്ട്. തന്നെ അതുപോലെ പ്രേമിച്ച് അതുപോലെ തന്നെ പ്രേമം ഭഗവാൻ ഭക്തന്മാരോടും ഉണ്ട്. രാജാസ കുണ്ടിനപതി പുത്രസ്നേഹവശം ഗത ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയ. കുണ്ടന രാജ്യത്തെ രാജാവായിട്ടുള്ള ഭീഷ്മകന് പുത്രിയുടെ ഇഷ്ടം അനുസരിച്ച് കൃഷ്ണന് നൽകണം തന്നെയാണ് ഉള്ളിൽ ആഗ്രഹം. അത് രുക്മിണിയുടെ അമ്മയ്ക്കും അതെ. ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ മകളെ കൊടുക്കണം എന്നാണ് അവളുടെ മനസ്സിൽ. കൃഷ്ണൻ തന്നെയാണെന്ന് അറിയാം. പക്ഷെ പുത്രനായ രുക്മിണിയുടെ ഇഷ്ടം നിഷേധിക്കാൻ അവർക്ക് പറ്റില്ല. കുറച്ച് പുത്രനോടുള്ള സ്നേഹവും പിന്നെ ഭയവും ഈ രുക്മിണിയോട് പറഞ്ഞു ഫലിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. അതാണ്. അങ്ങനെ ശിശുപാലന് തന്നെ കന്യകയെ കൊടുക്കാൻ അവര് തീരുമാനിച്ചു. അങ്ങനെ രാജധാനിയിലും പട്ടണങ്ങളിലും കല്യാണ ആഘോഷങ്ങളായ അവിധാനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അതിഗംഭീരമായിട്ടുള്ള ആഘോഷം. ക്ഷേത്രങ്ങളിലൊക്കെ പൂജ, ഉത്സവം മുതലായവയൊക്കെ പുരോഹിതന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.